പ്രിയമുള്ള ശാലോം ടി വി പ്രേക്ഷകരെ, ഇന്നേ ദിവസം അമ്മായിയമ്മമാരോട് ഒരു വാക്ക് പറയുവാനാണ് അച്ഛൻ ആഗ്രഹിക്കുക. പല അമ്മായിയമ്മമാരും ഞാൻ പറയും ഭരിച്ച ശീലമുള്ളൂ, ഭരിക്കപ്പെട്ട ശീലമില്ല എന്ന് വരുന്ന അവസ്ഥാവിശേഷമുണ്ട്. ഭർത്താവിനെയും മകനെയും ഒക്കെ ഭരിക്കുന്ന പോലെ തന്നെ വരുന്ന മകളെയും ഭരിക്കുവാനുള്ള പ്രവണത ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 45 പറയുന്നത് പോലെ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു അമ്മത്വം അല്ലെ മാതൃത്വം നമ്മൾ അനുഭവിച്ചറിയണം. കൊടുക്കലാണ്, തന്നെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട്. അതാണ് വാസ്തവത്തിൽ മാതൃത്വം എന്ന് ഞാൻ പറയും. ആ സുഖം നമ്മൾ അനുഭവിക്കണം. ചില അമ്മായിമാരെ വീട് വൃത്തിയാക്കുന്ന കാര്യം, വസ്ത്രധാരണത്തിൻ്റെ കാര്യം, ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യം, ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന കാര്യം എന്നിങ്ങനെ പറഞ്ഞാൽ പിണങ്ങരുത്, കിടപ്പറയിൽ എങ്ങനെ പെരുമാറണമെന്ന് പോലും പറഞ്ഞു കൊടുക്കുകയും വിമർശന വിധേയമാക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഈ പറയാനുള്ളത്. ഈയിടെ ഒരു അമ്മ ബെഡ്റൂമിൻ്റെ കഥ അടയ്ക്കരുത് എന്ന് പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണങ്ങളൊക്കെ പറഞ്ഞു, കാറ്റ് കയറാനാണ്. അത് കഴിഞ്ഞ് ഇവർ അറിഞ്ഞപ്പോൾ ഞാൻ നിർബന്ധമായി പറഞ്ഞു അടയ്ക്കണം, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇല്ല എന്നുള്ളത് സൂചിപ്പിക്കുകയും അങ്ങനെ അടച്ചു. എങ്കിലും അമ്മ പിന്നെയും ഒരു സ്വസ്ഥത കൊടുക്കാത്ത അവസ്ഥ. പാതിരായ്ക്ക് അല്ലെങ്കിൽ അമ്മ ഒരുറക്കം കഴിയുമ്പോൾ മോനെ വിളിച്ച് നാട്ടുകാര്യങ്ങളൊക്കെ പറയുക, ഇതൊക്കെ ആ കുടുംബത്തിൽ ഒത്തിരി അലോസരം ഉണ്ടാക്കിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവരുതെന്നതാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ എന്നോട് അമ്മച്ചിമാർ പിണങ്ങരുത്, സ്നേഹത്തോടെ പെരുമാറുന്ന ധാരാളം അമ്മച്ചിമാരുണ്ട്. പെറ്റമ്മ തോറ്റുപോകുന്ന സ്നേഹം കൊടുക്കുന്ന അമ്മയമ്മമാരെ എനിക്കറിയാം. അത് ഞാൻ കാണാതിരിക്കുകയല്ല, നന്മയ്ക്കായിട്ട് പറയുകയാണ്. മരുമകൾക്കുണ്ടാകുന്ന വേദനയും കഷ്ടപ്പാടുകളും സ്വന്തം മകൻ്റെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്നറിയേണ്ടതുണ്ട്. മരുമകളിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം മകളെ നന്മകളെ അഭിനന്ദിക്കുകയും അവളെ സഹായിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരുവചനം പറയുന്നുണ്ട്, കള പറിക്കേണ്ട. മത്തായി 13:29 പറയുകയാണ്, നീ കള പറിച്ചാൽ അതിൻ്റെ കൂടെ ഗോതമ്പണിയും പിഴുതു പോരും എന്ന വചനം വളരെ അർത്ഥവത്താണ്. നമ്മൾ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് തിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഉള്ള നന്മയും കൂടെ ഇല്ലാതാകുന്ന അവസ്ഥാവിശേഷങ്ങളൊക്കെ ഉണ്ടാവാം. അതിനിടെ വരാതിരിക്കട്ടെ എന്നാണ് അച്ഛന് ഓർമ്മിപ്പിക്കാനുള്ളത്. മരുമകൾ പുതിയ വീട്ടിൽ വരുമ്പോൾ ഉള്ള അസ്വസ്ഥതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മനസ്സിലാക്കി അവളെ പൂർണ്ണമായി അംഗീകരിച്ച് പ്രവർത്തിക്കണം. അതോടെ തന്നെ മക്കളുടെ രഹസ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, ഒക്കെ അവർക്ക് വിട്ടുകൊടുത്ത് വെക്കുക. ഇങ്ങനെ ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കുടുംബം ഒരു സ്വർഗമായി മാറും. അതിനിടെ വരണമെന്ന് വളരെ സ്നേഹപൂർവ്വം എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിമാരോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഇന്നത്തെ കത്തുകളിലേക്ക് ഇടങ്ങാം. ഇന്നത്തെ ആദ്യത്തെ കത്ത് ആരുടേതാണ്? അച്ഛ, തിരുവനന്തപുരത്തു നിന്നും ലിൻസി എന്ന വീട്ടമ്മയുടെ കത്താണ്. ലിൻസി. ബഹുമാനപ്പെട്ട അച്ഛ, ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അവൻ വിവാഹം കഴിച്ച് ഭാര്യയെയും വിദേശത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ ഇപ്പോൾ എന്തെങ്കിലും നിസ്സാര ബുദ്ധിമുട്ടുണ്ടായാൽ അവളുടെ വീട്ടിലേക്ക് അവൾ ഫോൺ വഴി ബന്ധപ്പെട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഭർത്താവിൻ്റെ വീടുമായി വലിയ ബന്ധമൊന്നുമില്ല. ഭർത്താവിനെ സ്വാധീനിച്ച് സാമ്പത്തികമായും അവളുടെ വീട്ടുകാരെയാണ് സഹായിക്കുക. ഭർത്താവിന് സ്വന്തം വീട്ടിലേക്ക് വിളിക്കുവാനോ ബന്ധപ്പെടുവാനോ ഒന്നും അവൾ സ്വാതന്ത്ര്യം നൽകുന്നുമില്ല. നാട്ടിൽ അവധിക്ക് വരുമ്പോൾ കൂടുതൽ സമയം അവളുടെ വീട്ടിൽ ചെലവഴിക്കുകയും കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ അവളുടെ വീട്ടിൽ നൽകുകയും ചെയ്യുകയാണ്. ഭർത്താവിൻ്റെ വീടിനോടൊരടുപ്പവും പുലർത്തുവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അച്ഛൻ ദയവായി മറുപടി തരണമേ. തീർച്ചയായിട്ടും ലിൻസിയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. വിവാഹം കഴിച്ച മക്കൾ ഭർതൃഗ്രഹത്തോടൊത്തുചേരണമെന്നുള്ള പഠനമാണ് എനിക്ക് പൊതുവെ പറയാനുള്ളത്. തോബിത്ത് 10:12 പറയുന്നത് പോലെ
നിൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കുവാൻ ഇടവരട്ടെ എന്നുള്ള വചനം ഞാൻ അനുസ്മരിപ്പിക്കുകയാണ്. അപ്പോൾ ഭർതൃഗ്രഹത്തോട് ചേർന്ന് നിൽക്കാനും അവിടുത്തെ അംഗമായി മാറുവാനും കഴിയണം മക്കൾക്ക് എന്നുള്ളതാണ് അച്ഛന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ എല്ലാ മരുമക്കളും പരിശ്രമിക്കണം. അതായത് പൊതുവായിട്ട് എനിക്ക് പറയാനായിട്ട് ആഗ്രഹമുണ്ട്. ഇനി മരുമക്കളുടെ വീട്ടുകാരും ഇതൊന്ന് മനസ്സിലാക്കുകയും പരമാവധി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന നിരുത്സാഹപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരെ ആട്ടി ഓടിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ ഭർത്താവിൻ്റെ വീട് സ്വന്തം വീടായിട്ട് കരുതുവാൻ അവർക്ക് ബോധ്യം കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുക. അതിനുള്ള ആ സ്വാതന്ത്ര്യം അനുഭവപ്പെടാത്ത വലിയ തെറ്റ് തന്നെയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ തിരുത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അവധിക്ക് വരുമ്പോഴും കൂടുതൽ സമയം അവളുടെ വീട്ടിൽ എങ്കിൽ അടിസ്ഥാന കാര്യം എന്താണ് എന്ന് അന്വേഷിക്കണം. അതുപോലെ ഞാനൊരു പാളിച്ച കണ്ടത് ഭർത്താവിന് വീടുമായിട്ട് ബന്ധപ്പെടാൻ പോലും അവളൊരു തടസ്സമായിട്ട് നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ട്. അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. ഭർത്താവിന് മാതാപിതാക്കളോട് വീടിനോട് ബന്ധപ്പെടണം, രണ്ടുപേരും ബന്ധപ്പെടണം എന്നുള്ളതാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. ലിൻസിയോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ ഒരു ദമ്പതി ധ്യാനത്തിന് അയക്കുന്നത് നല്ലതാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അവരെ കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെടാൻ വേണ്ടി, രണ്ടുപേർക്കും ബോധ്യപ്പെടാൻ വേണ്ടി നാട്ടിൽ വരുമ്പോൾ ഒരു ദമ്പതി ധ്യാനത്തിന് അയക്കുക. ഈ വിവരങ്ങൾ അവിടെ കൗൺസിലിങ്ങിൽ തുറന്ന് പറയട്ടെ. കാര്യങ്ങൾ ഈ ലിൻസി പറഞ്ഞാൽ ശരിയാകുകയില്ല. കാരണം ലിൻസി ഭർത്താവിൻ്റെ അമ്മയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ ഇങ്ങനെ പറയൂ എന്നുള്ളൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് ഈ ധ്യാനത്തിലൂടെ വേണ്ട ബോധ്യങ്ങൾ ലഭിക്കും എന്നാണ് ഞാൻ വിചാരിക്കുക. കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കാം. കൂടാതെ മക്കൾക്കായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാം ഭംഗിയായിട്ട് ക്രമീകരിക്കും. കൂടുതൽ സ്നേഹത്തോടെ ലിൻസി മക്കളോട് ഇടപെടണം എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതേപ്പറ്റി എന്താണ് മേഴ്സിക്ക് പറയാനുള്ളത്? ഈ മകളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. അവൾ വളർന്നു വരുന്ന സാഹചര്യം വളരെ കൂടുതൽ ലാളന കിട്ടി, വീട്ടുകാരിൽ നിന്ന് കൂടുതൽ സ്നേഹവും കാര്യങ്ങളും ഒക്കെ കിട്ടി വളർന്ന കുട്ടിയാണെങ്കിൽ വീടിനോട് അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. പക്ഷെ വിവാഹം കഴിഞ്ഞാൽ ഈ അറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച്മെൻ്റ് ആകണം. എന്ന് വെച്ചാൽ അവിടെ നിന്ന് ജീവിതത്തിൻ്റെ അവസ്ഥ മാറ്റി ഭർത്താവിൻ്റെ ഗ്രഹത്തിലേക്കും ഭർത്താവിനോടൊപ്പം ആകണം. പിന്നെ വീട്ടിൽ നിന്ന് കിട്ടിയ ഈ ലാളനയുടെ പുറത്ത് മാത്രമല്ല, ചിലപ്പോൾ മറ്റു കാരണങ്ങളാലും പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് അകന്നു പോകും. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തിക്തമായ അനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ചാൽ ചിലപ്പോൾ അവിടെ നിൽക്കാനോ അങ്ങോട്ട് അടുക്കുവാനോ സാധിക്കാത്ത അവസ്ഥയുണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാര്യം കാണുന്നില്ല. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അവൾ കുറച്ച് സ്വാർത്ഥമതിയാണ്, വീടിനോട് അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. അത് അവൾക്ക് വിവാഹം കഴിഞ്ഞ് അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റും ജീവിതവും പാടില്ലാത്തതാണ്. പിന്നെ വീട്ടുകാരോട് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് സാധനങ്ങൾ കൊടുക്കുവാനോ ഭർത്താവിനെ കൂടുതൽ ബന്ധപ്പെടുവാനോ അനുവദിക്കാത്തതെല്ലാം അവളുടെ സ്വാർത്ഥ താല്പര്യം അത് വളരെ കൂടുതലാണ്. സ്വാർത്ഥത പാപം തന്നെയാണ്. അപ്പോൾ വിവാഹ ഉടമ്പടി തന്നെ ലംഘിക്കുക അവൾ ചെയ്യുന്നതെന്ന് ഞാൻ പറയും. കാരണം അവൾക്ക് ആ കുടുംബത്തിൽ വന്ന് ന്യായമായിട്ട് അവരോട് സ്നേഹിക്കാനും അവരെ പരിപാലിക്കാനും അവൾക്ക് അർഹതയുണ്ട്. അവരിൽ നിന്നും ബുദ്ധിമുട്ടില്ല. അവർ നല്ലതായിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരിൽ നിന്ന് അകന്നു പോകാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രഭാഷകൻ്റെ പുസ്തകം 23:19 പറയുന്നു, മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ, കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഇവൾ വിചാരിക്കുന്നത് ഇവളിങ്ങനെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊന്നും ആരും കാണുന്നില്ല. വീട്ടുകാരെ സന്തോഷിപ്പിക്കുന്നു, അവളുടെ വീടിന് നന്മ വരുന്നു. പക്ഷേ ഈ ഒരു ഭർത്താവിൻ്റെ വീടിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ദൈവം കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവം കണക്ക് ചോദിക്കുന്നത് ആരുടെ പക്കലാണ് നീതിയില്ലായ്മ, ആരുടെ പക്കലാണ് ശരിയായ കാര്യം അല്ലാത്തത്, അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇവൾ നേരത്തെ തന്നെ ഇവളുടെ ഈ സ്വഭാവത്തിൻ്റെ മോശത്തരം മാറ്റിക്കൊണ്ട്
കൂടുതൽ വിധേയപ്പെട്ടും അനുസരിച്ചും ഭർത്താവിൻ്റെ വീടിനോട് അടുക്കുക എന്നുള്ളത് വളരെ ആവശ്യമായ കാര്യമാണെന്ന് എനിക്ക് പറയാനുണ്ട്. അവളുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ ഒരു ആത്മീയത ഉണ്ടാവുകയും നന്നായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വരണമെന്നുള്ളതാണ്. അതെ, അത് ശരിയാണെങ്കിൽ പോലും നമുക്ക് കത്തെഴുതിയിരിക്കുന്ന ലിൻസിയാണ്. ലിൻസിയെ നമുക്ക് കൂടുതൽ പ്രാർത്ഥനയോടുകൂടി സപ്പോർട്ട് കൊടുത്ത് അംഗീകരിക്കാം. എന്താണ് എബ്രഹാമിന് ഇതേപ്പറ്റി പറയാനുള്ളത്? ഈ കാലത്ത് സ്ത്രീകളുടെ ഇടയിൽ വളർന്നു വരുന്ന ഒരു പ്രവണതയായത്. ഓ, കാര്യം പണ്ടൊരാൾ വിവാഹം കഴിച്ചൊരു വീട്ടിലോട്ട് ചെന്നാൽ ആ വീട്ടിലെ അനുഭവങ്ങളെല്ലാം സ്വന്തമാക്കാൻ തയ്യാറായിക്കൊണ്ട് അവർ ചെല്ലുന്നത്. ഓ, അവിടെ ബുദ്ധിമുട്ടാണെങ്കിലും അവിടെ ഏത് ഭാരമുണ്ടോ അവിടുത്തെ അപ്പനും അമ്മയും സ്വന്തം അമ്മയും അപ്പനായിട്ട് കാണാനും, അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ബുദ്ധിമുട്ട് സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് അതിനുള്ള ഒരുക്കമാണ് കുടുംബങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ പെൺകുട്ടികൾ കൂടുതൽ സുഖാന്വേഷികളാണ്, സ്വാർത്ഥതയും സുഖവും. അതുകൊണ്ട് തന്നെ അവരെവിടെ ചെല്ലുമ്പോഴും അവർ വിവാഹത്തിന് മുമ്പ് തന്നെ അവിടെ ചെല്ലുമ്പോൾ ഇന്ന രീതിയിലായിരിക്കണം എന്നുള്ളൊരു ഐഡിയയിലാണ് പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവരുടെ സ്വപ്നം പോലെ യാഥാർത്ഥ്യം അങ്ങനെ അല്ലല്ലോ. മുന്തിരിച്ചാറും നമ്മൾ പറയുന്നില്ല, മുന്തിരിച്ചാറും പൂമെത്തൊന്നും ആയിരിക്കുമല്ലോ കാണുന്നത്. ഈ അനുഭവത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സുഖം അന്വേഷിച്ചുള്ള അവസ്ഥയിലേക്ക് വരിക ചെയ്യുന്നത്. ഇപ്പം അവർക്ക് ഒരു വിധത്തിലും സപ്പോർട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. അതെ, അങ്ങനെയാണ്. ആ അവസ്ഥയിൽ ഈ അമ്മ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കാര്യം ദൈവത്തിന് അസാധ്യമായതൊന്നും ഇല്ല. ഇന്നത്തെ അമ്മമാർക്കും വേറൊരു കാര്യമുണ്ട്. അമ്മമാർക്ക് ഈ ചിന്തകൾ കൂടിയിട്ടുണ്ട്. അമ്മമാരിലും ഉണ്ട് ഈ പറഞ്ഞ അവസ്ഥകൾ. അവരും അന്വേഷിക്കുന്നത് അവരുടെ സുഖങ്ങളും കാര്യങ്ങളും. വിവാഹം കഴിച്ചു അവർ രണ്ടുപേരുടെ ഇത് ഭർത്താവിൻ്റെ അവസ്ഥ നമുക്ക് അറിയില്ലല്ലോ, ഇതിനകത്ത് അറിയത്തില്ല. അവർ രണ്ടുപേരുടെ ഉള്ള അവരുടെ സന്തോഷത്തിലേക്ക് ഏതാണ് പൂർണ്ണത വരുന്നത്, അതിലേക്ക് ഈ അമ്മയും തയ്യാറാവണം. ഇതിപ്പോൾ എനിക്കത് അറിയില്ല. അമ്മയെ അഡ്ജസ്റ്റ് ചെയ്യണം, മോളിലും അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി അമ്മയ്ക്ക് ചെയ്യാവുന്നത്രേ ഉള്ളൂ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഈ മോളെയും മോനെയും കൊടുത്ത് പ്രാർത്ഥിക്കുക. കാര്യം അമ്മയുടെ മോൻ്റെ ഭാര്യയല്ലേ, അത് അവൻ്റെ തന്നെ അമ്മയുടെ തന്നെ മോള് തന്നെയല്ലേ. ആ ഒരു ബോധ്യത്തോടെ വിശ്വാസത്തോടെ ഫലം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ ഉറപ്പായിട്ട് പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്നതായിട്ടുള്ളത്. പിന്നെ അമ്മ മോളെ കൂടുതൽ സ്നേഹിക്കാനും നമ്മൾ പറഞ്ഞ പോലെ തന്നെ മോളെ എപ്പം വരുന്നുണ്ടോ അപ്പോൾ കൂടുതൽ സ്നേഹം പ്രകടമായി ഉപ്പരിച്ചരുടെ പറഞ്ഞ എല്ലാറ്റിനും ഒന്നിപ്പിക്കുന്ന സ്നേഹം, ആ സ്നേഹം കൂടുതൽ കൊടുത്തുകൊണ്ട് അവളെ കയ്യിലെടുക്കാൻ, നമ്മൾ ഭർത്താവ് ഭാര്യയെ കയ്യിലെടുക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ അമ്മയും മോളെ സ്നേഹപ്രകടനത്തിലൂടെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരവസരങ്ങളുണ്ടായാൽ ഫലം കാണുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. ലിൻസിയോട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ലിൻസി നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ എബ്രഹാം പറഞ്ഞത് സ്നേഹത്തിൻ്റെ ഒരു അനുഭവം മകൾക്ക് കൂടുതൽ കൊടുക്കാനായിട്ട് ഒന്ന് പരിശ്രമിക്കണം. സ്വാർത്ഥത കൈവെടിയുക, നിസ്വാർത്ഥമായ സ്നേഹത്താൽ അവളെ സ്വന്തമാക്കുകയും നേടിയെടുക്കുകയും ചെയ്യാനായിട്ട് പരിശ്രമിക്കണം. അപ്പം വരുന്നതിന് മുമ്പ് തന്നെ അല്ലേ ഫോണിലൂടെയും കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിച്ച് അത് ചെയ്യണം. അങ്ങനെ ചെയ്ത് അവളെ നേടിയെടുക്കുക. പിന്നീട് ഒരു ബോധ്യം ഇവർക്ക് ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടി വരുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ ഒരു ധ്യാനത്തിന് അവരെ അയക്കുന്നത് കൂടുതൽ ഉചിതമാണ്. അപ്പോൾ നമുക്ക് പൊതുവായിട്ട് നമ്മുടെ എല്ലാ മക്കളോടും പറയേണ്ടിയിരിക്കുന്നത്, മേഴ്സി സൂചിപ്പിച്ചതുപോലെ പണ്ട് കാലങ്ങളിൽ നന്നായിട്ട് ചെറുപ്പം മുതലേ ഒരുക്കിയിരുന്നു ഒരു വീടിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാനായിട്ട്. അങ്ങനെ ഒരു അഭാവം ഇന്നുണ്ട്. എങ്കിലും അത് വിവാഹമൊരുക്കമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് മുമ്പ് തന്നെ നമ്മൾ മറ്റൊരു വീട്ടിൽ താമസിക്കേണ്ടി വരും. അപ്പോൾ ആ വീടിനോടാണ് ചേരേണ്ടത്, ദൈവം തരുന്ന വീടാണ് എന്ന ബോധ്യത്തോടു കൂടി ഒന്നു ചേരുവാനുള്ളൊരു പരിശ്രമം യുവതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതിന് തന്നെ ഒരുക്കണം എന്നുള്ള ഒരു ചിന്ത പ്രധാനമായിട്ടും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആ പെൺമക്കളുടെ മാതാപിതാക്കൾ അതിനായിട്ട് കുട്ടികളെ ഒരുക്കണം. വളരെ കൊച്ചുനാളിലൊന്നും സാധിച്ചില്ലെങ്കിലും യുവത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെയൊരു പരിശീലനം കൊടുക്കുകയും അവിടെ കൂടുതൽ ശുശ്രൂഷയിലും വ്യാപരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ള ഒരു ചിന്ത നമ്മളിവിടെ ഷെയർ ചെയ്യുകയുണ്ടായി. അത് നമ്മളവർക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ളത് വളരെ സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ലിൻസിയുടെ വിഷമം തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ലിൻസിയും നന്നായിട്ട് ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധീകരണവും ഇത് ഉള്ളിൽ ലക്ഷ്യമാക്കുന്നുണ്ടായിരിക്കും തമ്പുരാൻ. അതുകൊണ്ട് അവർ കൂടുതൽ നന്മയുള്ളവരായി തീരുവാൻ വേണ്ടി
നമുക്ക് പ്രാർത്ഥനയിലൂടെയും ത്യാഗത്തിലൂടെയൊക്കെ ഒന്ന് പരിശ്രമിക്കുകയും അങ്ങനെ കൂടുതൽ ബോധ്യത്തോടു കൂടി അവരെ നേടിയെടുക്കുക. ഇനിയിപ്പം മകൻ്റെ അവസ്ഥ അറിയാൻ മേലെന്ന് ഇബ്രാഹിം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ മകൻ വരുമ്പോൾ അമ്മയ്ക്കും വേണമെങ്കിൽ മകനോട് പേഴ്സണലായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ധ്യാനത്തിലൂടെ കുറച്ചൊക്കെ അവർക്ക് തുറന്നു നോക്കാൻ പറ്റും. എങ്കിലും അവരുടെ വിഷമങ്ങൾ അമ്മച്ചിയോട് പറയട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അമ്മച്ചി പറയുമ്പം അമ്മച്ചി അത് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. പിന്നെ അവിടെ പപ്പായോടും കൂടെ പറഞ്ഞ് കുടുംബം ഒന്നായിട്ട് അതിൻ്റെ പരിഹാരത്തിലേക്ക് നീങ്ങണം എന്ന് തോന്നുകയാണ്. കഴിഞ്ഞ തവണ ഇബ്രാഹിം സൂചിപ്പിച്ചതുപോലെ വേണ്ടി വന്നാൽ ഒരു പക്ഷേ ഒരാവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ വികാരിച്ചമാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് കുടുംബങ്ങളും ഒന്ന് പരിശീലിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കണം എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതിനായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭയങ്കരമായ കളവറിയാണ്. ഇങ്ങനെ ഈ കുറ്റപ്പെടുത്തലൊക്കെ വരുമ്പോൾ പതുക്കെ ഈ പെൺകുട്ടികൾ അകന്നു പോകും. അങ്ങനെ അകന്നു പോയാൽ പിന്നീട് തിരിച്ചു വരവ് വലിയ പ്രയാസമായി തീരും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് പരിശ്രമിക്കണം എന്ന് പൊതുവായിട്ട് ഞാൻ എല്ലാ മാതാപിതാക്കളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുവഴി നമുക്ക് കുറച്ചേറെ അവരെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് രണ്ടാമത്തെ കത്തിലേക്ക് പോയാലോ? അച്ഛ, ഈ കത്ത് കരിങ്കുന്നത്ത് നിന്നും ജിനു എന്ന യുവാവാണ് എഴുതിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛ, ഞാൻ വിവാഹം കഴിച്ചിട്ട് 1 വർഷമേ ആയുള്ളൂ. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന ധാരണയിൽ കാര്യമായ സ്ത്രീധനമൊന്നും വാങ്ങാതെ വിവാഹം നടത്തി. കാരണം അവളുടെ അമ്മ ഒരു വിധവയായിരുന്നു. അവർക്ക് 2 പെൺമക്കളേ ഉള്ളൂ. വിവാഹം ഉറപ്പിച്ചപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ പകുതി ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞിരുന്നു. അതിന് പ്രത്യേകം രേഖയൊന്നും വാങ്ങിച്ചിരുന്നുമില്ല. അവൾ വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്ന് നിന്നത് വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് എപ്പോഴും അവളുടെ വീട്ടിലേക്ക് പോകും. വിളിക്കുവാൻ ചെല്ലുമ്പോൾ നമുക്ക് മാറി താമസിക്കാമെന്നാണ് പറയുക. ഞാനൊരു മകനേ ഉള്ളൂ. എൻ്റെ അപ്പനും അമ്മയും വിട്ടിട്ട് ഞാൻ എങ്ങനെ മാറി താമസിക്കും? അവർക്ക് ഞങ്ങളോട് വളരെ സ്നേഹവുമാണ്. തിരിച്ചു വരാൻ ഞാൻ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവൾ വരുന്നില്ല. ഇപ്പോൾ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? ദയവായി മറുപടി തരുമോ? തീർച്ചയായിട്ടും ജീവനെ ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെയും മകളുടെ വീടിനുള്ള അറ്റാച്ച്മെൻ്റാണ് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ചോദ്യവുമായിട്ട് കൂടുതൽ അടുത്തുള്ള ഒരു ചോദ്യം തന്നെയായിട്ട് എനിക്ക് തോന്നുകയാണ്. ഇത് മാറിയേ തീരൂ എന്ന് ഞാൻ പറയുകയാണ്. ഭർതൃഗ്രഹത്തോടടുക്കുവാനായിട്ട് ഭാര്യമാർക്ക് കഴിയണം എന്നുള്ളത് എടുത്തു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഇനിമേൽ നമ്മുടെ വീട് എന്ന് തിരിച്ചറിയണം. ഞാൻ പറയുന്ന പോലെ അവരാണ് മാതാപിതാക്കൾ, അതാണ് ഇനി നമ്മുടെ വീട് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ മാറി താമസിക്കുന്നത് പ്രായോഗികമല്ല. അവൾ പറയുന്നുണ്ട് നമുക്ക് മാറി താമസിക്കാം എന്ന് പറയുന്നുണ്ട്. അതൊരു പ്രായോഗികമായ കാര്യമല്ല. അതിന് കാരണം മാതാപിതാക്കൾ മറ്റു മക്കളില്ല, അവരാകപ്പാടുള്ള ഒരു മകനേ ഉള്ളൂ എന്നാണ് അതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഭാര്യയെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെടാനുള്ളത്. ഇവിടെ ഞാൻ നിർദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ അവൾ അവിടെ നിൽക്കുകയാണ്, ഇവൻ വിളിച്ചിട്ട് വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം അതുകൊണ്ട് എങ്ങനെ ബന്ധപ്പെടണമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ വികാരിച്ചന്മാർ വഴിയോ അല്ലെങ്കിൽ ആരെങ്കിലും 2 പേർക്കും കോണ്ടാക്റ്റുള്ള വ്യക്തികൾ വഴിയോ ഒരു ദമ്പതി ധ്യാനത്തിനായിട്ട് അവരെ പ്രേരിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി കാര്യങ്ങളിൽ ആശയ വൈരുദ്ധ്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ മാതാപിതാക്കളെ വിട്ടച്ച് ഒറ്റയ്ക്ക് പോയി താമസിക്കുന്നത് നന്മയല്ലെന്നുള്ള ഒരു ബോധ്യം അവൾക്ക് കിട്ടണം. ഇവന് ഒരുപക്ഷെ കുറച്ചുകൂടെ സ്നേഹത്തോടെ ഇടപെടാനായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാവണം. അതുകൊണ്ട് ഞാനൊരു ദമ്പതി ധ്യാനവും ഒരു കൗൺസിലിങ്ങും, അതിലൂടെയുള്ള സ്പിരിച്വൽ കൗൺസിലിംഗ് മതിയാവും, അത് നിർദ്ദേശിക്കുകയാണ്. കാര്യങ്ങൾ അവൾക്ക് ബോധ്യം വരണം. വീട്ടിലേക്കുള്ള അറ്റാച്ച്മെൻറ്റ് കുറച്ച് ഭർതൃഗ്രഹമാണ് എൻ്റെ ഗ്രഹം എന്നുള്ള ബോധ്യത്തിലേക്ക് അവളെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. സ്ഥായിയായിട്ടിത് മാത്രമാണ് പരിഹാരമെന്ന് മനസ്സിലാക്കുക. നമുക്ക് വേറെ ഏതൊരു പരിഹാരം ചിന്തിച്ചാലും നടക്കുന്ന കാര്യമല്ല.
അവൾക്ക് അവളുടെ അമ്മയോടുള്ള അടുപ്പം ഭർത്താവിന് തൻ്റെ മാതാപിതാക്കളോടുമുണ്ട് എന്ന് തിരിച്ചറിയണം. അവൾക്ക് അമ്മയെ പിരിയാൻ പറ്റുന്നില്ല, കാരണം അമ്മ ഇങ്ങനെ ഒറ്റയ്ക്കാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒരു മകളൂടെ ഉള്ളൂ, അതുകൊണ്ടാണ് പിരിയാൻ പറ്റാത്തത്. ഇതുപോലെ തന്നെ ഭർത്താവിന് തൻ്റെ മാതാപിതാക്കളോട് ദൈവം തന്ന അപ്പനും അമ്മയുമാണ് ഇവിടുത്തെ അപ്പനും അമ്മയും എന്ന ബോധ്യത്തോടു കൂടി തിരിയാനായിട്ട് നമുക്ക് കഴിയണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. ഇതിന് തളരാതെ എല്ലാം ശരിയാകാൻ ശ്രമിക്കണം. രണ്ടുപേരും ധ്യാനത്തിന് പോവുക, അത് പ്രാർത്ഥിച്ച് ഒരുങ്ങുക. ദൈവം യോജിപ്പിച്ച ബന്ധം വേർപിരിയാൻ ഒരിക്കലും ദൈവം അനുവദിക്കുകയില്ല. പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതേപ്പറ്റി എന്താണ് എബ്രഹാമിന് പറയാനുള്ളത്? ഇത് 2 പെൺമക്കളല്ലേ, ദത്തൊന്നും അല്ല, മറ്റവൻ ഒറ്റയ്ക്കുക അല്ലേ, ഒറ്റമാനല്ലേ? അതെ അതെ, ഒറ്റമാൻ. ഈ സാധു പെൺകുട്ടിയെ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്നൊരു വാക്കില്ലായിരുന്നു? അതെ അതെ അതെ, പാവപ്പെട്ട അപ്പം അതുകൊണ്ട് അവരുടെ ഉള്ളിൽ വല്ല കോംപ്ലക്സ് അങ്ങനത്തെ ഏതാ അതുണ്ടാകാൻ വഴിയുണ്ടോ? കാര്യം ഇങ്ങനെ ക്ലിയർ അല്ല, എഴുത്തിനകത്തില്ല. പക്ഷേ അത് പെൺകുട്ടിയാണ് ഇപ്പം വിവാഹം കഴിച്ചത്, അവരെ സഹായിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് വിവാഹം കഴിച്ചത്, ഭർത്താവില്ല. അപ്പം ഇത് അങ്ങനെ ഒരു അവസ്ഥ ഇതിനകത്ത് ഉണ്ടാകാൻ വേണമെങ്കിൽ അപ്പം ആ കോംപ്ലക്സ് കൊണ്ട് തന്നെ അവൾ ചിലപ്പോൾ അതിനെ എതിർക്കാനുള്ള മനോഭാവം ഉണ്ടാകാം. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ ഇവരെ ഒന്നിച്ച് എങ്ങനെയെങ്കിലും ആരെങ്കിലും വഴിയുള്ള ബന്ധങ്ങളോട് ഒരു ധ്യാനത്തിന് കൂടുക, 2 പേരുടെ പരിഹാരത്തിലേക്ക് എത്തുക എന്നുള്ളതേ ഉള്ളതാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ. മനുഷ്യമായി തോന്നുന്ന പല ചാൻസുകൾ പറഞ്ഞിട്ട് വീട് മാറി താമസിക്കാൻ നോക്കി, പക്ഷേ അതൊന്നും പ്രായോഗികമല്ലോ. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ പ്രായോഗികമല്ലോ. ധ്യാനിക്കുക, ആ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കുക, ദൈവഹിതം മനസ്സിലാക്കി ആ വഴിയൂടെ പോകുന്നൊരു അവസ്ഥയിലേക്ക് വരിക. എന്താണ് അതേപ്പറ്റി മേഴ്സിക്ക് പറയാനുള്ളത്? അവൾക്ക് വീട് മാറി താമസിക്കണമെന്നൊക്കെ പറയുന്നത് അവളുടെ വീടിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൂടിയിട്ട് തന്നെയാണ്. കാരണം അമ്മ വിധവയാണ്, അപ്പനില്ല. അപ്പോൾ അവൾക്ക് കൂടുതൽ വീടിനെ അന്വേഷിക്കാനൊക്കെ തന്നെത്താനെ ആണെങ്കിൽ സാധിക്കും. അങ്ങനെ ഒരു മനഃശാസ്ത്രപരമായ ഒരു വശമുണ്ട് അതിൻ്റെ പുറകിൽ. പിന്നെ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ അപ്പനും അമ്മയ്ക്കും സ്നേഹമാണെന്ന് ഭർത്താവ് പറയുന്നുണ്ട്. അപ്പം ഭർത്താവ് വീട്ടിലോട്ട് ഇവളെ ക്ഷണിക്കുന്നത് തന്നെ അവിടെ ഇവൾക്ക് ജീവിച്ചു പോകാൻ സാഹചര്യം അനുകൂലമാണെന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. കാരണം അവിടെ മാതാപിതാക്കളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ പ്രശ്നങ്ങളില്ല. പക്ഷേ അവൾക്ക് ഇതിലുപരി പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന അവളുടെ വീടും അവളുടെ അമ്മയാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ തന്നെത്താനെ എവിടെങ്കിലും പോയി താമസിച്ചാൽ മാത്രമേ അവൾക്ക് സ്വാതന്ത്ര്യം കൂടത്തുള്ളൂ, സൗകര്യവും കൂട്ടുകയുള്ളൂ. അങ്ങനെ ഒരു ചിന്താഗതി ഇതിനകത്ത് വരുന്നുണ്ട്, എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ആ ചിന്താഗതി ശരിയല്ല. കാരണം അവളെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ കൂടെയും ഭർത്താവിൻ്റെ കൂട്ടത്തിലും വീട്ടിലുമാണ് അവൾ ജീവിക്കേണ്ടത്. കാരണം അവിടെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും അവൾക്ക് ഇണങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നിൽക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവൾ ചെയ്യുന്നത് വളരെ തെറ്റാണ്. അതിന് ഒരു നല്ല കൗൺസിലിംഗ് തന്നെ ആവശ്യമുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ദമ്പതി ധ്യാനവും ഒരു സ്പിരിച്വൽ കൗൺസിലിംഗ് വളരെ ആവശ്യമാണ്. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകമായ തിരിച്ചറിവ് അവൾക്ക് വരണം, അത് ധ്യാനത്തിലൂടെ അവൾക്ക് കിട്ടണം. അപ്പോൾ കർത്താവിൻ്റെ ഒരു വചനം പറയുന്നു, പ്രഭാഷകൻ 26, 24, 25 വചനങ്ങൾ പറയാണ്. നിർജ്ജലയായ സ്ത്രീ സദാ നിന്ദ്യമായി വർത്തിക്കുന്നു, വിനയവതി ഭർതൃസന്നിധിയിലും സങ്കോചം കാണിക്കും. ധിക്കാരിയായ ഭാര്യ ശ്വാവിന് സദൃശയാണ്, ശാലീനയായ ഭാര്യ കർത്താവിനെ ഭയപ്പെടുന്നു. അപ്പോൾ വചനത്തിലേക്കും വചനത്തിൻ്റെ പൊരുളിലേക്കും ഒക്കെ ഒന്ന് വരികയാണെങ്കിൽ കുറേ കൂടെ അവൾ നന്നാകും. പിന്നെ ഇത്രയേ ഉള്ളൂ, ഇവർ പ്രാർത്ഥിക്കണം നന്നായിട്ട്. ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും നന്നായി ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കൊച്ചിന് പരിഹാരത്തിലേക്ക് നീങ്ങണം. കാരണം അപ്പനില്ലാത്തതിൻ്റെ ഒരു സുരക്ഷിതത്വ ബോധത്തിൻ്റെ കുറവ് അവൾക്കുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് സുരക്ഷിതത്വം ഇല്ല, എല്ലാം കൂടെ പരിഹരിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ധ്യാനത്തിലൂടെയും ഒരു പരിഹാരം നീങ്ങാമെന്ന്. അതെ അതെ, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ പൊന്നുതമ്പുരാനെ, ഈ 2 കുടുംബങ്ങളെയും അങ്ങയുടെ തിരുമുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ടും അങ്ങ് തന്നെ ആ കുടുംബത്തിലേക്ക് ഈ നിമിഷം കടന്നു ചെല്ലണമേ. അവരുടെ പ്രശ്നങ്ങൾ അറിയാവുന്നവനായ അങ്ങ് അവയെല്ലാം പരിഹരിച്ചു കൊടുക്കുവാൻ കർത്താവെ കൃപ ചെയ്യണമേ. ഈശോനാഥ, നല്ല ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് കൂടുതൽ സുരക്ഷിതമായ നല്ല കുടുംബജീവിതങ്ങൾ കെട്ടിപ്പടുക്കുവാൻ ആ മക്കളെ അനുഗ്രഹിക്കണമേ. കൂടെയായിരുന്നു ശക്തിപ്പെടുത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@
shalomtelevision.com.